അങ്ങനെ ചെയ്യണ എല്ലാവർക്കും നല്ലതാട്ടോ. ഒരു രണ്ടോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ഓർഡറിൻ്റെ അപ്പം തയ്ച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് എടുക്കുമ്പോൾ വേറെ എവിടെ റീപ്ലേസ്മെൻറ്റ് ഞാൻ നടത്തും. ഇത് വലിയ കേമത്തിലുള്ള നൈറ്റി ആണല്ലോ. ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ? ശൂന്യാകാശം. നീല നിറത്തിലുള്ള ശൂന്യാകാശം. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്ത തുണിയല്ല. പിങ്ക് ഡിസൈനും പീച്ച് ഡിസൈനും വെട്ടുകാട്ടിൽ നിന്ന് എടുത്തപ്പോ പിന്നെ ഞാൻ നോക്കിയപ്പോ ലാവൻഡർ ഒക്കെ എനിക്കുള്ള കളറുകളെല്ലാം അവിടെ ഇരിക്കണം. ബ്ലൂ ഗ്രീൻ എല്ലാം പ്രിന്റ് അവിടെ ഇരിക്കണം. മോഡലുകളൊക്കെ മിക്കതും കോട്ടൺ കേട്ടോ. എല്ലാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ച കോട്ടൺ മിക്സ് ആയിട്ടുള്ളത് ഞാൻ എടുക്കാറില്ല. പ്യുവർ കോട്ടൺ എടുക്കാറില്ലെന്ന് ഞാൻ പറയാറില്ല. കാരണം ഈ ചൂട് എനിക്ക് ബോഡി താങ്ങാൻ പറ്റൂല. ബിസിലിസി ഒന്നും ഞാൻ ഉപയോഗിക്കില്ല. അപ്പൊ കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ എല്ലാ കടയിലും കാണൂലേ. അപ്പൊ അവിടെ ഉള്ളിൽ പിന്നെ നമുക്ക് ചിലത് കനം കുറഞ്ഞതായിരിക്കും, ചിലത് ഒരുപാട് ഡാർക്ക് കളറായിരിക്കും. അത് നമുക്ക് ഇഷ്ടപ്പെടൂലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളില്ലേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെ തീരെ ലൈറ്റ് ആയിപ്പോയി. ഇതിന്റെ തന്നെ പീച്ചും വേറെ ഏതാണ്ടൊക്കെ കളറുണ്ട്. അപ്പൊ പീച്ച് ഒരെണ്ണം ഓൾറെഡി വേറൊരു ഡിസൈൻ ഈ ഒപ്പം തന്നെ മെറ്റീരിയൽ എടുത്തായിരുന്നു. ഇതൊരു 3-4 മാസം മുമ്പ് എടുത്ത് തയ്ച്ചു വെച്ചേക്കണതാ. അപ്പൊ ഞാനൊരു മൂന്നാലെണ്ണം ഇങ്ങനെ ഇട്ട് ഓൾട്ടർനേറ്റ് മാറി ഇട്ട് അത് മോശമായി കഴിയുമ്പോഴാണ് തയ്ച്ചു വെച്ചിരിക്കുന്ന ഓരോന്ന് എടുക്കുന്നത്. അപ്പം തയ്ച്ചു വെച്ചിരിക്കുന്ന സ്റ്റോക്ക് എടുക്കുമ്പോൾ വേറെ എവിടെ റീപ്ലേസ്മെൻറ്റ് ഞാൻ നടത്തും. അങ്ങനെയാണ്. കാരണം അങ്ങനെ ചെയ്യണ എല്ലാവർക്കും നല്ലതാട്ടോ. ഒരു 2-3 ഹൗസ് കോട്ട് എപ്പോഴും ഹൗസ് കോട്ട് യൂസ് ചെയ്യണവർ നമ്മുടെ അലമാരിയിൽ സ്റ്റിച്ച് ചെയ്തോ മേടിച്ചോ വെച്ച് വാഷ് ചെയ്ത് സൂക്ഷിക്കണം. നല്ലതായിരിക്കും. അതൊക്കെ എല്ലാവരും ചെയ്യണതാണ്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. കാരണം എമർജൻസി നമുക്ക് സിറ്റുവേഷൻ എന്നത് അറിയില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ഓർഡറിൻ്റെ അപ്പം അതിന് വേണ്ടി. അപ്പം ഇത് ഒരെണ്ണം എടുത്തു. അപ്പോൾ ഒരെണ്ണം റീപ്ലേസ്മെന്റ് ഇങ്ങനെ നടത്തണം, തയ്പ്പിക്കണം. ഇതിന്റെ ലേസ് ഇങ്ങനെയാണ്. മല്ലിക എന്നോട് പറഞ്ഞു ഇതിന് പറ്റിയ പൈപ്പിങ് കയ്യിലിരിപ്പില്ലല്ലോ ചേച്ചി, ലേസ് വെച്ചോട്ടെ എന്ന് വെച്ചോ. ലേസ് വെച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് കളറ് പുള്ളിക്കാരത്തിക്ക് അന്നേരം പോയി മേടിക്കാൻ എന്തോ അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പം 2 പൈപ്പിങ്ങിലും വെച്ചു. ഒന്ന് പിങ്കും ഒന്ന് പീച്ചും ആ ഡിസൈനുള്ള. അത് ഞാൻ സ്ഥിരം ഇടണതാ ഇവിടെ. പിന്നെ അതിന്റെ ഒപ്പം തയ്പ്പിച്ചതായത്. അപ്പൊ ഇതിന് ലേസ് തട്ടിക്കൊള്ളാൻ പറഞ്ഞു. നല്ല ആകാശത്തിലേക്ക് നോക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ പണികൾ കഴിഞ്ഞതിന് ശേഷം നമ്മള് മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറുമ്പോൾ ഇട്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇത് പണിയെടുക്കുമ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡള്ളാവും ഈ കളറ് ലൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിക്കണത്. ഹൗസ് കോട്ട് അടുക്കളയിൽ ജോലി എടുക്കുമല്ലേ, അതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടിരിക്കണത് നല്ലതാണ്. ഇതിപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് കഴുകിയിടുന്നതൊക്കെ ഒന്ന് ഉണങ്ങിയും വരണ്ടേ. അതെ. അപ്പോൾ ഓക്കെ, നല്ല ഭംഗിയുണ്ട്. എന്തോ ഒരുത്തിന് അവിടെ ഇരുന്ന് ചിലക്കനുണ്ട്. ഞാനാണോന്ന് അറിയില്ല, സൗണ്ട് കേട്ടിട്ടെ. അതെ. അപ്പൊ ഇനി ഹൗസ് കോട്ടിന്റെ മീതായിട്ട് ഏപ്രൺ കെട്ടുവാട്ടോ. നല്ല കട്ടിയുള്ള കോട്ടനാ ഇത്. ആ കട്ടിയുള്ള കോട്ടനാ. മീറ്റർ 120 ആണോ 115 ആണോ എന്ന് ഞാൻ മനസ്സിൽ മറന്നു പോയി കേട്ടോ എത്രയാന്ന്. അതിൽ കൂടുതലില്ല എന്തായാലും. ആ റേഞ്ചൊക്കെയാണ് ഞാൻ സാധാരണ മേടിക്കാറ്. 100 എബവ്, ഒരു 130 താഴെയുള്ളത് മിക്കവാറും മെറ്റീരിയൽ എടുക്കാറ്. കാരണം 3.5 മീറ്റർ എനിക്ക് വേണം. ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ട് ചുരുക്ക് വെക്കും ഞാൻ തയ്പ്പിക്കുമ്പോൾ. ഇത്രയും ലെങ്ത്തും വേണം, പിന്നെ അത്യാവശ്യം ലൂസും വേണം. അപ്പം എനിക്ക് 3.5 മീറ്റർ 36 ഇഞ്ചാണെങ്കിൽ 3.5 മീറ്ററും 44 ഇഞ്ചാണെങ്കിൽ 3.25 മീറ്ററും വേണം. അത് ഇങ്ങനെ ചുരുക്കെടുക്കണത് കൊണ്ടാട്ടോ. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ബാക്കിലും ഒക്കെ നല്ല ചുരുക്കെടുത്ത് തയ്ക്കണോണ്ടാ. അപ്പൊ ഓക്കെ, ആ വർണ്ണന പോട്ടെ. ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് നല്ല ഭംഗിയുണ്ട് ഇത്. ഇത് ഭംഗിയൊന്നും നിലനിൽക്കൂല. പുത്തനായിട്ട് എവിടെയെങ്കിലും ഇട്ട് നടക്കാനായിട്ട് അല്ല. അതാ ഞാൻ പറഞ്ഞ, ജോലികളെല്ലാം നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരിക്കൂല. അങ്ങനെ ഇരിക്കുമ്പോ ഇടാൻ നല്ലതാ. ജോലികൾ എടുക്കുമ്പോ ഇത് പെട്ടെന്ന് അലമ്പ് പിടിക്കും. ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഡാർക്ക് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഓക്കെ.